സിന്ദൂരരേഖ. രചന അവതരണം നിള കാർത്തിക. ഭാഗം 1. ഒരു കല്യാണ ഓഡിറ്റോറിയം. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്ന കവാടത്തിൽ വരൻ്റെയും വധുവിൻ്റെയും ചേർന്നു നിന്ന് നിശ്ചയത്തിനെടുത്ത മനോഹരമായി ചിരിക്കുന്ന ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആനന്ദ്, കൃഷ്ണജ. ആ ഓഡിറ്റോറിയം ഇപ്പോൾ തന്നെ പകുതിയോളം ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിന് മുമ്പിലായി ഒരു ബൈക്ക് വന്നു നിന്നു. അതിൽ നിന്ന് 2 ചെറുപ്പക്കാർ ഇറങ്ങി. 2 പേരുടെയും മുഖം കുറച്ച് ടെൻഷനിലാണ്. എന്തായി, അവനെ കണ്ടോ? മധ്യവയസ്കരായ 2 പേര് അവരുടെ അടുത്തേക്ക് ഓടിയ പോലെ വന്ന് ചോദിച്ചു. ഇല്ല, അവിടെ ചെന്നിട്ടില്ല. ഞങ്ങൾ അറിയാവുന്ന കുറേ സ്ഥലത്തൊക്കെ തിരക്കി. പിന്നെ എവിടെ പോയി? ഈ സമയത്ത് മുഹൂർത്തം അടുക്കാറായി. എവിടെ പോയി തിരക്കും? അവരുടെയൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അയാളുടെ മുഖം ദേഷ്യവും സങ്കടവും കാരണം വലിഞ്ഞു മുറുകി. തളർച്ച പോലെ തോന്നിയതും തൂക്കിയിട്ടിരിക്കുന്ന പൂമാലയെ പിടിച്ച് നിന്നുപോയി. അടുത്തു നിന്നയാൾ താങ്ങി കസേരയിലേക്ക് ഇരുത്തി. ചേട്ടാ, വിഷമിക്കാതെ, നമുക്ക് അന്വേഷിക്കാം. അവൻ പ്ലാത്തോട്ടം വരെ വരുന്നതായി കണ്ടവരുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞ് MC റോഡിലേക്ക് കയറിയെന്ന കണ്ടവർ പറഞ്ഞത്. കൂടെ ആ കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഗോപ, ദേ സമയം പോകുന്നു കേട്ടോ. പെണ്ണിൻ്റെ വീട്ടുകാർ തിരക്ക് വെക്കുന്നു. ആനന്ദ് പോന്നില്ലേ? നമ്മുടെ മുന്നേ പോന്നതല്ലേ അവൻ? പ്രായം ചെന്നൊരാൾ മുണ്ടും മടക്കി കുത്തി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും എന്തു പറയണമെന്നറിയാതെ നിന്നു വിയർത്തുപോയി ഗോപൻ. ആ സമയം അവരിൽ ഒരാളുടെ ഫോൺ ശബ്ദിച്ചതും വെപ്രാളത്തോടെ ഫോൺ എടുത്തു. ആനന്ദേ, നീ എവിടെയാ? ചെത്തരം കാണിക്കരുത്. മുഹൂർത്തം തുടങ്ങാറായി. ഈ അവസാന സമയത്ത് നീ എവിടെ പോയി കിടക്കുക? അമ്മാവ, അത് എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു അബദ്ധം പറ്റി. എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു. ഞാൻ അവളെ വിവാഹം ചെയ്തു. ചതിക്കാനാകുന്നില്ല, അതാ. നീ എന്തായി പറയുന്നത്? വട്ട് പറയുന്നു. അയാൾ ദേഷ്യത്തോടെ അവനോട് നല്ല ഒച്ചയിൽ തന്നെ ചോദിച്ചു. എന്താ പ്രകാശ, അവൻ എന്താ പറയുന്നേ? ഗോപൻ ചോദിച്ചുകൊണ്ട് ഫോൺ എടുത്തതേ മറുവശത്ത് കോൾ കട്ടായി പോയിരുന്നു. വാക്ക് പറഞ്ഞ് ചതിക്കുമായിരുന്നു അല്ലേ ഗോപ? അവന് ഇങ്ങനെയൊരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ പറയാമായിരുന്നു. അല്ലാതെ ഇവിടം വരെ എത്തിച്ച് എൻ്റെ കുഞ്ഞിനെ വിഡ്ഢിവേഷം കെട്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ചതിയല്ലേ ഇത്? ഹരി, എടോ, അങ്ങനെയൊരു വാക്ക് പറഞ്ഞ് ഞാൻ പറ്റിക്കുമോ? വർഷങ്ങളായുള്ള ബന്ധമല്ലേ നമ്മുടെ. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇന്നലെ രാത്രി വരെ ഒന്നും പറഞ്ഞില്ല. അവൻ ഇങ്ങനെയൊരു ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. പറ്റിച്ചുവെന്ന് പറയരുത്. ഇതിൻ്റെ പേരിൽ ഒരു പിണക്കവും ഉണ്ടാകരുത്. അയാൾക്ക് നേരെ കൈകൂപ്പുമ്പോൾ വാക്കുകൾ പോലും വിറകൊണ്ടുപോയി ഗോപൻ്റെ. എന്തു പ്രായശ്ചിത്തം? പ്രതീക്ഷയോട് കൂടി ഒരുങ്ങി വന്ന് എൻ്റെ കുട്ടിയെ വിഡ്ഢിയാക്കുമല്ലായിരുന്നോ? അച്ഛനില്ലാത്ത കുട്ടിയാ. എൻ്റെ അനിയത്തിയുടെ മോൾ മാത്രമല്ല, എനിക്കവൾ മകളാ. എന്നെ വിശ്വസിച്ചല്ലേ അവൾ സമ്മതിച്ചത്? വല്ലാത്തൊരു വേദനയോടെ നെഞ്ചു തിരുമ്മി നിലത്തേക്കിരുന്നു പോയി കൃഷ്ണജയുടെ അമ്മാവനായ ഹരിനന്ദൻ. അപ്പോഴേക്കും കല്യാണ ചെറുക്കൻ ഒളിച്ചോടിപ്പോയി എന്ന വിവരം അറിഞ്ഞ ആളുകൾ കൂടിയിരുന്നു. പലരും പല അഭിപ്രായം പറഞ്ഞു. കരച്ചിലും ബഹളവുമെല്ലാം ചിലർ ഫോണിലെടുത്തു ആസ്വദിച്ചു. ആനന്ദിൻ്റെ അമ്മ അനിതയും പെങ്ങൾ ആതിരയും ചുറ്റും നടക്കുന്നതൊന്നും മനസ്സിലാക്കാതെ ഗോപൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛാ, എന്താ പ്രശ്നം? ആനന്ദ് എന്തിയേ? ചതിച്ചു അവൻ. എൻ്റെ വാക്കിന് വില കൊടുക്കാതെ. അവന് മറ്റൊരിഷ്ടമുണ്ടായിരുന്നെങ്കിൽ പറയാമായിരുന്നു. ഇതിപ്പോൾ കൊഞ്ചിച്ചു വളർത്തിയതിൻ്റെയാണ്. അനുഭവിച്ചോ? അയാൾ തൻ്റെ ഭാര്യ അനിതയെ നോക്കി സർവ്വദേഷ്യത്തോടെയും പറഞ്ഞു. വേദനയോടെ എന്തു ചെയ്യണമെന്നറിയാൻ നിന്നുപോയി ഗോപൻ. വല്യേട്ട, ഈ കല്യാണം നടക്കില്ലേ? എൻ്റെ മോളെ വേണ്ടേ? എന്തു പറയും എൻ്റെ മോളോട് ഞാൻ? ഹരിയുടെ പെങ്ങൾ ഹരിത അയാളുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞു. അനിയത്തിയെ എന്തു പറഞ്ഞു ആശ്വസിപ്പിക്കുമെന്നറിയാതെ ഉഴറി നിന്നുപോയി ഹരിയും. കണ്ണുകൾ മേലോട്ട് പോയതും വീഴാൻ തുടങ്ങിയ അവരെ ആരൊക്കെയോ ചേർന്ന് താങ്ങിയിരുന്നു. അപ്പോൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ ജനലോരം നിന്ന് എല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു അവൾ. കൃഷ്ണജ, ഹരിതയുടെയും പരേതനായ അനിലിൻ്റെയും മകൾ. അമ്മയുടെ അവസ്ഥ കണ്ടുകൊണ്ട് ഇരു കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ. തന്നെ വേണ്ടാതെ ഇട്ടിട്ട് പോയ ആൾക്ക് വേണ്ടി ആയിരുന്നില്ല ആ കണ്ണീർ. മറിച്ച് ഇന്ന് വിവാഹം നടന്നില്ല എങ്കിൽ ഹൃദയരോഗിയായ തൻ്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതി എന്താകുമെന്ന് ഓർത്തായിരുന്നു അവളുടെ സങ്കടം. തളർന്നു കിടക്കുന്ന അമ്മയുടെ അടുത്തായിപ്പോയിരുന്നു വിളിച്ചു അവൾ. അമ്മേ! ആരൊക്കെയോ വെള്ളം കൊടുത്തതും കണ്ണു തുറന്നിരുന്നു അവർ. മുമ്പിൽ കല്യാണ പെണ്ണായി ഒരുങ്ങി നിൽക്കുന്ന തൻ്റെ മകളെ കണ്ടതും സഹിക്കാനും കഴിയാതെ അവളുടെ നെഞ്ചിലേക്ക് വീണു അവർ. എൻ്റെ ഗോപ, നിങ്ങളുടെ മകൻ എന്ത് പണിയായി കാണിച്ചേ? അവർക്ക് ഹാർട്ടിന് പ്രശ്നമുള്ളതാ. എന്തായാലും വല്ലാത്തൊരു ചതിയായിപ്പോയി. അപ്പോൾ ഇനി കല്യാണം നടക്കില്ലേ? ആരൊക്കെയോ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു.
ഈ കല്യാണം നടക്കും. കല്യാണം വാക്ക് പറഞ്ഞത് ഈ ഗോപകുമാറാണ്. 30 വർഷത്തോളം സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നയാളാണ് ഞാൻ. കൊടുത്ത വാക്ക് തെറ്റിക്കില്ല. ഇതുവരെ ജോലിയിലും ജീവിതത്തിലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേട്ടൻ എന്താ ഈ പറയുന്നത്? ഈ സമയത്ത് എങ്ങനെ നടത്താൻ? അതോ കല്യാണം കഴിച്ചവനെ കൊണ്ട് ഒന്നുകൂടി കെട്ടിക്കാനോ? കൃഷ്ണമോളെ എൻ്റെ ഇളയ മോൻ ആര്യം വിവാഹം ചെയ്യും. ഇതെൻ്റെ തീരുമാനമാണ്. അയാളുടെ വാക്കുകൾ കേട്ടതും ഞെട്ടലോടെ എല്ലാവരും പരസ്പരം നോക്കിപ്പോയി. ആര്യനോ? എന്താ ഈ പറയുന്നേ? ആലോചിച്ചാണോ? അവസാനം മണ്ടത്തരമാകരുത്. പ്രകാശൻ ഒച്ച കുറച്ച് തന്നെ അളിയനോട് ചോദിച്ചു. ഇതാണ് ശരി. എന്തായാലും കൃഷ്ണമോള് എൻ്റെ വീട്ടിലെ മരുമകളായി വരും. കൊടുത്ത വാക്ക് അത് പാലിച്ചേ പറ്റൂ. അതിനെ കുരുതി കൊടുക്കണോ? കുറച്ച് ഒച്ച കുറച്ചാണ് പ്രകാശൻ ചോദിച്ചത്. അച്ഛൻ എന്താ ഈ പറയുന്നേ? മനുക്കുട്ടിനെ കൊണ്ട് കെട്ടിക്കാനോ? അതിനവന് പ്രായമായോ? ജോലി പോലുമില്ല. അവരുടെ മൂത്ത മകൾ ആതിരയും ഭർത്താവും അച്ഛൻ പറഞ്ഞതിൻ്റെ ഞെട്ടലിലാണ്. പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ, ജോലി കിട്ടിക്കോളും. എന്തായാലും പട്ടിണി കിടക്കില്ല മോള്. നിങ്ങളെന്താ ഈ പറയുന്നേ? അവൻ കുഞ്ഞല്ലേ? അനിത ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും രൂക്ഷമായ നോട്ടമായിരുന്നു ഉത്തരം. പിന്നെയൊന്നും മിണ്ടാതെ മാറി നിന്നവർ. കുഞ്ഞ്? അത് നിൻ്റെ അനിയൻ. കെട്ടുന്നതിൻ്റെ 10ാം മാസം ആ പെണ്ണ് പ്രസവിക്കും. അമ്മാതിരി ജാതിയാ. ആതിരയുടെ ഭർത്താവ് സച്ചിൻ അടുത്തു നിൽക്കുന്നവളായി പറഞ്ഞതും ദയനീയമായി ചുണ്ടു കോട്ടിയവൾ. ഹരി, എന്നെയും എൻ്റെ വാക്കിലും വിശ്വാസമുണ്ടെങ്കിൽ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഇളയ മോൻ്റെ ഭാര്യയായി വരട്ടെ കൃഷ്ണ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പ്രായവും ജാതകവുമൊക്കെ നോക്കാതെ എങ്ങനെയാ? ഒരാൾ മുമ്പോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. എന്തു നോക്കാൻ? എല്ലാം നോക്കിയിട്ടും ഇതല്ലേ ഉണ്ടായത്. മോളേക്കാളും 1 മാസത്തെ മൂത്തതാണ് മനൂട്ടൻ. പിന്നെ ശുദ്ധജാതകമാണ്. നാളുകൾ ചേരും, അത് മതി. ഗോപൻ്റെ സംസാരത്തിൽ അതുവരെ മൂടിക്കെട്ടിയിരുന്ന കാർമേഘം ഒഴിഞ്ഞു. നന്ദൻ തൻ്റെ മരുമകളെ നോക്കി. അമ്മയെ നെഞ്ചോട് ചേർത്ത് ഇരിക്കുകയാണ് അവൾ. ഇടയ്ക്ക് കണ്ണ് തുടച്ചു വിടുന്നുണ്ട്. മോളെ, എനിക്ക് സമ്മതമാ. അതുമാത്രം പറഞ്ഞു അവൾ. കാരണം അമ്മയോളം വലുതല്ലായിരുന്നു വേറൊന്നും. നിൻ്റെ അച്ഛന് വട്ടാണോടി? എൻജിനീയറിംഗ് പാസ്സായി ജോലിയും കൂലിയും ഇല്ലാത്ത തേരാപ്പാര കൂട്ടുകാരുമായി ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്നതിന് ബാങ്ക് ജോലിക്കാരിയെ പെണ്ണ്. കൊള്ളാം. ആ പെണ്ണിനെ കൊലയ്ക്ക് കൊടുത്ത പോലെ ആകില്ലേ? ആതിരയുടെ ഭർത്താവ് സച്ചിൻ അച്ഛൻ്റെ തീരുമാനത്തെ എതിർത്തു പറഞ്ഞു. അത്രയും മോശമല്ല മനൂട്ടൻ. ഒരു മനൂട്ടൻ. പല്ലൊന്ന് ഞെരിച്ച് സച്ചിൻ്റെ നോട്ടം പോയത് നേരെയാണ്. അവനാണ് അവിടുത്തെ ചർച്ചയെന്നറിയാതെ പാർക്കിങ്ങിൽ കാറിൽ ചാരി ചാഞ്ഞും ചെരിഞ്ഞും ആർക്കോ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നവനിൽ. തുടരും. അവിചാരിതമായി നടക്കുന്ന ഒരു കല്യാണവും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് കഥ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.